കോൺഗ്രസിന് നേരെ കുരച്ചു ചാടുന്ന പൊങ്ങന്മാര്. ബീഹാറിൽ കോൺഗ്രസ് അല്ല പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ RJD അല്ല പരാജയപ്പെട്ടത്, അവിടുത്തെ ജനാധിപത്യ പരാജയപ്പെട്ടു. മനസ്സിലായത്? എങ്ങനെ? വഞ്ചനയിലെ കൂടിയും ചതിയിലെ കൂടിയാ. വോട്ടർമാരിലും കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് പാർട്ടിക്കാന്നുള്ള കാര്യം വളരെ കൃത്യവും വ്യക്തമാണ്. കാരണം ഓരോരോ റാലിക്കകത്തും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തേജസ്വിയൊക്കെ പങ്കെടുക്കുന്ന റാലിക്കകത്ത് നമ്മൾ കണ്ട ജനസാഗരങ്ങളും മാത്രം മതി എവിടെയാണ് ആർക്കാണ് വിജയം ഉണ്ടാവുക എന്നുള്ള കാര്യം. പക്ഷെ അവിടെ മുഴുവൻ അട്ടിമറിയല്ലേ നടത്തിയത്. എന്നിട്ട് അതൊന്നും പറയാതെ കേരളത്തിലെ കുറെ മഹാപ്രകൾ വന്നിട്ട് അങ്ങ് എന്തോ പിന്നെ എന്താ പറയാ, ഈ അമിത് ഷാന്റെ മിടുക്കാണ്, മോഡിയുടെ മിടുക്കാണെന്ന് പറയാൻ നാണോ മാനോ ലജ്ജ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഒരു ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ടല്ലേ ഇതൊക്കെ ഈ വിജയം ഉണ്ടാക്കുന്നു? അല്ലെ? അത്രയും കഴുതകളാ ബീഹാറിലെ ജനങ്ങൾ ഈ കെടുതി മുഴുവൻ അനുഭവിച്ചിട്ടും ഇങ്ങനെ വിജയം കൊടുക്കാൻ വേണ്ടി. പിന്നെ അതും മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്തിനാണോ 8 ദിവസം അവിടെ പെറ്റ് കിടന്നത് ഏതോ ലോഡ്ജിനകത്ത് CC ക്യാമറയെല്ലാം ഓഫാക്കിയിട്ട്? എന്തുണ്ടപ്പഴി ഉണ്ടാക്കാനായിരുന്നു? അങ്ങനെ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തില് ഇലക്ഷൻ ഒരുപാട് കഴിഞ്ഞില്ല, ഏതെങ്കിലും രാജ്യത്തിന്റെ അന്നത്തെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി ഏതെങ്കിലും ഭരിക്കുന്ന സ്റ്റേറ്റിൽ പോയിരുന്നിട്ട് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ടുണ്ടോ? ക്യാമറയോ CC ക്യാമറയൊക്കെ ഓഫാക്കിയിട്ട്? എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് ഛർദ്ദിക്കുക. അങ്ങ് തുകർന്നടിഞ്ഞ് എന്ത് തകർന്നടിയാനും ഞാൻ ഇപ്പോഴും പറയുന്നു, നാളുകളിൽ ഈ റീകൗണ്ടിങ് റീ എലക്ഷൻ വെക്കുക, ജനങ്ങൾക്ക് ജനാധിപത്യപരമായിട്ട് വോട്ടിംഗ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഇലക്ഷൻ മിഷൻ മാറ്റി വെക്കുക. 10 സീറ്റ് തികച്ച് പിന്നെ കിട്ടൂല ഈ ചാണകങ്ങൾക്ക്. അറിയോ നിങ്ങൾ? എന്നിട്ട് കോൺഗ്രസിന്റെ പേരിലും രാഹുലിന്റെ പേരിലും ഉണ്ടാക്കാൻ വേണ്ടി ആരും വരണ്ട കേട്ടോ. ആ മനുഷ്യൻ ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാ നീനിക്കൊടക്കെ ഈ രാഹുലിനെ കുരക്കുന്ന കഴുതകൾക്ക് അടക്കം ജീവിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെടുന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇത് വെച്ചറിഞ്ഞങ്ങ് പോയാ മതി. എന്നിട്ടും അവിടെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഒരു നാറികൾക്കും കഴിയുന്നില്ല. എന്നിട്ട് അവിടെ അങ്ങ് സഖ്യത്തിന്റെ ഗജബന്ധൻ സഖ്യത്തിന്റെ അവിടെ ഇങ്ങനെ പ്രതിപക്ഷം ഇങ്ങനെയാക്കി, അവിടെ ഇങ്ങനെ ഒരു സ്ട്രാറ്റിക്കൽ ഉണ്ടായി, അവിടെ ജനങ്ങൾ ഇങ്ങനെ തേങ്ങാക്കൊലയത് തേങ്ങാക്കൊല. മനസ്സിലായ? ബോധമുള്ള ജനങ്ങൾക്കറിയാം എങ്ങനെയാ അവിടെയൊക്കെ വിജയിക്കുന്നുള്ള കാര്യം. ഞാൻ ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അങ്ങനെ പരാജയപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞ കാരണം, മഹാരാഷ്ട്രയിൽ 18 വർഷക്കാലം ജീവിച്ച വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പൾസ് എനിക്കറിയാം. ഞാൻ മുമ്പേ നിങ്ങളോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. റായ്ഗാഡ്, കൊളാബ ജില്ലയിലെ റായ്ഗാഡ് നടക്കാൻ ഞാൻ പോളിംഗ് ബൂത്തിൽ ഏറാത്തിലൊക്കെ വേണ്ടി ഇരുന്ന വ്യക്തിയും കൂടിയാ. അവിടെയൊക്കെ കോൺഗ്രസിന് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷെ അന്ന് രാഹുൽ ഗാന്ധി കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നപ്പോഴും രാഹുൽ ഗാന്ധിയെ പിന്തുണക്കാൻ 1,900 നാറിയ പാർട്ടികളുണ്ട് കേരളത്തിലെ രാജ്യത്തിനകത്ത്. ഒരുത്തനും ഉണ്ടായിട്ടില്ല. ആ മനുഷ്യൻ ഒറ്റക്ക് തന്നെ. എന്നാൽ ഈ കളവിനെയൊക്കെ പുറത്തു കൊണ്ടുവരുമ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 1,900 ഞാൻ പറയുന്ന അങ്ങനത്തെ പാർട്ടികളുണ്ടല്ലോ, അണികളെ രംഗത്തിറങ്ങിയിട്ട് ഒരു സമര പോരാട്ടത്തിന് ഇറങ്ങണ്ടേ? അതും ചെയ്യൂല. എന്നിട്ട് പിന്നെയും ആ മനുഷ്യരെ കുറ്റങ്ങൾ, ഉളുപ്പ് കെട്ട വർഗങ്ങൾ. ഹരിയാനയിലും അങ്ങനെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടപ്പോഴും തന്നെ കണ്ടെത്തിയത് എന്താ? അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്പരം തമ്മിലടിച്ചിട്ടും കാലുവാരിയിട്ടും വലിയ താത്വിക അവലോകനത്തിന്റെ കുറെ ഊളകൾ കണ്ടെത്തിയതാ. അവിടെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചതും അവിടെ എന്താ പിന്നെ ഇലക്ഷൻ മിഷൻ അട്ടിമറിക്കപ്പെട്ടതും ഒരു കുട്ടിക്കും ചർച്ച ചെയ്യണ്ട, ഒരു കുട്ടിയും പറഞ്ഞിട്ടുമില്ല. മനസ്സിലാ? അപ്പോൾ ഇവർക്ക് ഭാവനയിൽ ഒരു കഥയും ഉണ്ടാക്കുക, കെട്ട് കഥകൾ. എന്നിട്ട് അത് കൊണ്ട് അങ്ങ് സ്ഥാനങ്ങൾക്ക് അറിയിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അവിടെ അങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് അങ്ങ് പറയുന്നത് എന്തെങ്കിലും ബോധം വേണം, ബോധം പൊക്കണം വേണ്ടോ? ചോറ് തിന്നുന്നവർ ഈ നാറിയ ഈ ചാണക ഈ വെട്ടകൾക്ക് വോട്ട് ചെയ്യൂ? എന്ത് ഈ അടിസ്ഥാന വർഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ രാജ്യത്തുള്ളത്? അറിയാണോ? എടാ, ഞങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് UPA ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 300 രൂപക്ക് കൊടുത്ത ഗ്യാസിന് 1,100 രൂപയാക്കി. ആ മേന്മ കൊണ്ടാണോ അടിസ്ഥാന വർഗങ്ങൾ ഈ നാറിയക്ക് ഈ ചാണകങ്ങൾക്ക് വോട്ട് ചെയ്യുക? അറിയോ? രാജ്യത്ത് സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ടുവന്നിട്ട് നോട്ട് നിരോധിച്ചിട്ട് രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് രാജ്യത്തിന്റെ ചെറുകിട്ട വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ തകർത്ത ഒരു നാണം കെട്ട ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെയാണോ സാധാരണക്കാരുടെ ജനങ്ങൾ പിന്തുണക്കുക? അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മടയന്മാരാണ് ഞങ്ങളൊക്കെ? ആ വിഷയമൊന്നും ചർച്ച. അവിടെ എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെടുന്ന അങ്ങ് ചാടിക്കരി രാഹുലിന്റെ പേരിലും സോണിയയുടെ പേരിലും കോൺഗ്രസിന്റെ ചാടി അങ്ങ് എടുത്തങ്ങ് കയറി. എന്നിട്ട് പറയും ചാണക്യ തന്ത്രം. ഞാൻ പറയുന്നില്ല, ഒരു ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ട് ഇനി എങ്ങാനും കോൺഗ്രസോ അല്ലെങ്കിൽ ആ കോൺഗ്രസ് ഏത്തം കൊടുക്കുന്ന മുന്നണിയോ അധികാരത്തിൽ വന്നെന്ന് വെക്കുക,
6 മാസത്തിനകം അതിലെ പാസ് കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ആ മന്ത്രിസഭയെ താഴെ ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അടുത്ത BJP ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അപ്പൊ അതിനെതിരെയും പറയും, അന്നേരം പറയും ചാണക്യതന്ത്രം എന്തെന്ന്, അധികാരം ഉപയോഗിച്ച് സെൻട്രൽ അധികാരം ഉപയോഗിച്ചിട്ട് ഇവിടെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ജനാധിപത്യ ഫെഡറൽ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കൽ ചാണക്യതന്ത്ര. അറിയാണോ? അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസിനെ ഉണ്ടാക്കാൻ വേണ്ടി വരണ്ട, രാഹുലിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തനും വരണ്ട കേട്ടാ. അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ. പിന്നെ ഇവിടെ കോൺഗ്രസുകാർക്കും രാഹുൽ ഗാന്ധിക്കും മാത്രം ജീവിക്കാമെന്നുള്ള ആ മനുഷ്യനും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ഈ പോരാട്ടം നടത്തുന്നത് അതൊക്കെ എല്ലാവർക്കും വേണ്ടി തന്നെയാ. എവിടെയങ്ങ് രണ്ടക്കം കടന്നില്ല, ഒരക്കത്തിലെ കോൺഗ്രസ് നിന്നു. അങ്ങനെ കള്ള വോട്ട് ചെയ്തിട്ട് തെമ്മാരത്തരം കളിച്ചിട്ട് മനസ്സിലായ ബോധം അവിടെ തന്നെ കൃത്യമായിട്ട് ഈ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ അവിടുത്തെ ഇത് മിഷൻ സ്റ്റോക്ക് ചെയ്ത റൂമിലെ CC ക്യാമറ അങ്ങ് ഓഫാക്കി. അറിയാം നിങ്ങൾ? അത് ചർച്ച ചെയ്തോ നിങ്ങൾ? 10-15 ദിവസം തെറ്റ് കിടന്നു എവിടെ സർവ ഉദ്യോഗസ്ഥന്മാരെ RSS വൽക്കരിച്ച് വെച്ച് ഇവിടുത്തെ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങളും ചോദിച്ചു. കെട്ടുവിറ്റ് എവിഡൻസിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പുറത്തുവിട്ടു. ആ കള്ളൻ എന്തെങ്കിലും ഒന്നാണെങ്കിലോ RSSന് വിടുവേലയുന്ന, സംഘിക്ക് വിടുവേലയുന്ന ആ ഇലക്ഷൻ കമ്മീഷണർ അതിനെ പറ്റിയിട്ടൊന്നും ആർക്കും ചോദ്യം ചെയ്യണ്ട, അവർക്കെതിരെ പറയണ്ട. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്ത് ഇലക്ഷൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കയറി രാഹുൽ അങ്ങനെ മോദി പ്രഭാവം തിളങ്ങി. എന്റെ പ്രഭാവം എവിടോ? ഇലക്ഷന്റെ എന്താ പറയാ, ആ ഘട്ടത്തിൽ നമ്മൾ ലോകം കണ്ടതല്ലേ ഓരോ ഇലക്ഷൻ ക്യാമ്പയിനകത്തും അല്ലേ? അവരൊക്കെ ഈ സംഘികളെ ചാണകങ്ങളെ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഏതെങ്കിലും വേദിക്കകത്ത് ആ വേദി നിറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ആൾക്കാരുണ്ടായിട്ടുണ്ടോ? ചാണകത്തിന്റെ എത്ര മന്ത്രിമാർ അവിടെ നിന്ന് തല്ലി ഓടിക്കുന്നതും ഈ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ, കണ്ടിട്ടില്ലേ? തല്ലി ഓടിക്കുന്നത് അവിടെയൊക്കെ ആ തല്ലി ഓടിച്ച മണ്ഡലത്തിലൊക്കെ അവനൊക്കെ ഭൂരിപക്ഷം അങ്ങ് കൂടിയിട്ട് പോൾ ചെയ്ത വോട്ടിനേക്കാളും 3 ലക്ഷം വോട്ട് അവിടെ കൂടുതലും ആയിപ്പോ. അതൊക്കെ എങ്ങനെ വന്ന്, എവിടെ നിന്ന് വന്ന്? അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് വിജയം ആഘോഷിക്കാതിരിക്കാം, അല്ല നിങ്ങളെ ചോയ്സ്. പക്ഷെ രാഹുലിന്റെ വേദിയിലേക്കും കോൺഗ്രസിന്റെ വേദിയിലേക്കും ഇങ്ങ് വാങ്ങി കയറണ്ട കേട്ടാ. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു 4 മണിക്ക് ഈ പറയുന്ന ഗോദി മീഡിയകളെ മുഴുവൻ സർവേ ഫലങ്ങളും പുറത്തുവിട്ടിട്ട് 154, 155. എങ്ങനെ? ഇലക്ഷൻ അവിടെ അവസാനിച്ചിട്ടില്ല. EVM മിഷൻ സീല് വെച്ചിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെ പ്രവർത്തനം നടത്തിയത്. അത് മാത്രം കഴിഞ്ഞ മിനിയാന്ന് മുതൽ ഇത്ര സീറ്റ് ഞങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞ് ഇത്ര ലഡുകൾ ഉണ്ടാക്കി വെച്ച് ഇതങ്ങനെ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാ ഇവരെന്താ ഈ BJPന്റെ ഈ ചാണകന്റെ നേതാക്കന്മാർ ബീഹാറിലെ ഈ 8 കോടി ജനങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ പെലക്ട് ചെയ്ത് കണ്ടെത്തി പ്രവചിക്കാൻ ദൈവശക്തി കിട്ടിയവരാ? അറിയാണോ? ഇങ്ങനെ കള്ള വോട്ടിനെ കൂടി വിജയിക്കുന്ന ഉറപ്പുണ്ടായിട്ട് അത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോലും അതൊന്നുമല്ല ശരി. അവര് ഭയങ്കര ചാണക്യതന്ത്രം വികസനത്തിന്റെ അങ്ങോട്ട് ആയിപ്പോയാലോ. എന്നിട്ട് കോൺഗ്രസിന് അതൊന്നും ചർച്ച ചെയ്യണ്ട, ആ വിഷയങ്ങളൊന്നും ആർക്കും പറയണ്ട. ഉടനെ ചാടിക്കയറി രാഹുൽ അങ്ങനെ, രാഹുൽ ഇങ്ങനെ, രാഹുലിന്റെ അതൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളി. നിങ്ങളല്ലേ ജനങ്ങളെ മനസ്സിലാകത്തുള്ള പുച്ഛിച്ച് തള്ളിയോ ഇല്ലെന്നൊക്കെ അങ്ങ് പ്രവചിക്കുന്നത്. പച്ചയായി ജനാധിപത്യത്തെ ഊടുതുണി കഴിച്ച് വ്യഭിചരിച്ച നാളം കെട്ട സംഘിക്കത് പറയടാ. നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ ജനാധിപത്യം രാജ്യത്ത് ഉണ്ടാക്കിയ ജനാധിപത്യം എന്ന് പറഞ്ഞ് നടക്കുന്നത് ചെമ്പിലിട്ട് പോയില്ലേ ഇല്ലേ? പറയുന്നില്ലേ വിജയം മതേതരത്വമാവും BJP ഭരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ പോയടാ. മനസ്സിലായ? അതിനെപ്പറ്റി ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ ആർക്കും. എന്നിട്ട് ആ മനുഷ്യ രാവും പകലും കഷ്ടപ്പെടുക നമ്മക്കൊക്കെ ജീവിക്കാൻ വേണ്ടി. ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കോൺഗ്രസ് പാർട്ടിന്റെ ഔദ്യോഗിക ഗ്രൂപ്പ് തന്നെ ഞാൻ പറഞ്ഞത്, ആ മനുഷ്യനിക്ക് എന്തിന്റെ സുഖാണ്? കാതിന്റെ പൊക്കോണോ എന്തെങ്കിലും ആക്കട്ട്. വെറുതെ വീട്ടിലെ വന്തവന്റെ വായിരിക്കുന്നത് എറിയൂ, അതും ഇതും കേട്ടിട്ട് അപ്പാവോ ഓടി നടക്കുക. വല്ല നേട്ടമുണ്ടോ? എന്നിട്ട് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുക. നിങ്ങൾക്കറിയാം, കണ്ണു പോയാലെ കണ്ണിന്റെ കാഴ്ച അറിയാം. ആ മനുഷ്യനും കൂടി അങ്ങോട്ട് മാറി നിൽക്കട്ടെ, അപ്പൊ അറിയാം എന്താ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ. ഉളുപ്പ് കെട്ട മാർഗങ്ങൾ. ഇനി എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ ഇലക്ഷൻ വേണ്ട, അങ്ങ് ബഹിഷ്കരിച്ചേക്കെ. കാരണം ഒരു കാരണവശാലും ജയിക്കാൻ പറ്റത്തില്ല.
ഇനി അവസാനം ഇത് ജനങ്ങൾ രംഗത്തിറങ്ങും. ഇത് ഞാൻ ഉദാഹരണം പറയും. നമ്മളെ ഇവിടെ ഈ എന്താ പറയാ, ഈ ബംഗാളിൽ എങ്ങനെയായിരുന്നു ഷെയ്ഖ് ഹസീന 15 വർഷക്കാലം ഭരിച്ചത്? ആദ്യത്തെ ഒരു ടൈമിൽ ഇലക്ഷനെ കൂടി വന്ന് പിന്നീട് അവർ ഇലക്ഷന് നടക്കുമ്പോൾ സുതാര്യമായിട്ടില്ല. ഇതുപോലെ തന്നെ അവിടുത്തെ പ്രതിപക്ഷത്തെ ഒതുക്കാൻ വേണ്ടി നോക്കിയ നാണം കെട്ട ആ സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്ന രാജ്യം ഇന്ത്യ. മനസ്സിലാക്കണോ? അങ്ങനെ അവിടെയുള്ള പ്രതിപക്ഷങ്ങൾ 2 ഇലക്ഷൻ അങ്ങ് ബഹിഷ്കരിച്ച് നീ തന്നെ അങ്ങ് എടുത്തോന്ന് പറഞ്ഞു, എന്നിട്ട് നീ തന്നെ ഭരിക്കുന്ന പറഞ്ഞു. അങ്ങനെ അവരുടെ ആകാശത്തിൽ ആദ്യം മറന്ന് അങ്ങ് ആടിപ്പാടി ഉല്ലസിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജനങ്ങൾ ഓടിട്ടടിച്ച് നാട് കടത്തി. അത്തരം ഒരു സാഹചര്യം വരും കാലങ്ങളിൽ ഇന്ത്യക്കകത്ത് ഉണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനാധിപത്യം ഇല്ലല്ലോ ഇപ്പൊ. ഒരു ഫെഡറൽ സംവിധാനത്തെ തകർത്തില്ലേ? പിന്നെ കുറെ മറ്റുള്ള പാർട്ടിക്കാരുടെ നേതാക്കന്മാർ മൈതാനം നോക്കി പ്രസംഗിക്കും, ജനാധിപത്യം ഇവിടെ പുറത്തളയുന്നു, ഇവിടെ മതേതരത്വം എന്താ പറയുക, ഏകോത്വത്തിൽ നാനാത്വത്തിൽ ഏകോദത്വം, എന്തൊക്കെ മൈക്കിന്റെ മുമ്പിൽ പ്രസംഗിക്കതാ അറിയോ? അതൊക്കെ മരിച്ചിട്ട് കാലത്ത് 2014 ഇങ്ങോട്ട് ശേഷം അതൊക്കെ ഒന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ പണ്ട് പാടി പഠിച്ചത് ഇങ്ങനെ പറഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കാൻ പഠിക്കുമ്പോൾ അവനിക്ക് ഒരാശയിൽ എടുക്കുമ്പോൾ മൈക്ക് നോക്കി മൈതാനം നോക്കിയിട്ട് ജനങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക എന്നുള്ള, അതിനപ്പുറത്തേക്ക് അത് സംരക്ഷിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ടില്ല, വരത്തൂല. രാഹുൽ ഗാന്ധി മാത്രം പിന്നെങ്കിലും ഇതിന് പ്രവർത്തിക്കുന്നു, ഇത് നിലനിർത്താൻ വേണ്ടി നോക്കുന്നു. ബാക്കി ഒരു കുട്ടിയും ഒരാളും അത് ചെയ്യുന്നില്ല. വെറുതെ പ്രസംഗിക്കും, വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? വേറെ കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. ഈ ആരോപണങ്ങൾ മുഴുവനും വന്നിട്ട് ഈ ഇലക്ഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കൃത്രിമം കാണിച്ചിട്ട് ഇത്ര വോട്ടുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ വോട്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിത്ത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഇവിടുത്തെ മാലോകരോട് പറഞ്ഞു. എന്നാൽ അത് ഏറ്റെടുത്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അണികളെ പുറത്തിറക്കിയിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന് ആരെങ്കിലും മുന്നോട്ട് വന്നു? ഒരു കുട്ടിയും വന്നിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ് അത് ജനങ്ങളെ അറിയിച്ചിട്ട് എന്താ ചെയ്യണ? ഇപ്പൊ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും, തേജസ്വിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. റിസൾട്ട് ഇപ്പൊ എന്താ വന്ന്? അപ്പൊ അങ്ങനെ ഒരു വിഷയങ്ങൾ വരുമ്പോ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി 147 കോടി ജനങ്ങളൊരു രാജ്യമല്ലേ നമ്മുടെ രാജ്യം. അതിനകത്ത് ആകെ 40% സംഖ്യകളുള്ളൂ എന്നാ പറയുന്നത്. ബാക്കി 70% പോലും വിപ്പുറത്ത് നിൽക്കുക, ഓപ്പോസിഷനിൽ നിൽക്കുക. എന്നിട്ട് പോലും ഈ 40 വരുന്ന സംഖ്യകളെ എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോട് എന്ത് പറയാനാ? എന്നിട്ട് മൈതാനം നോക്കി പ്രസംഗിക്കും, പറയണം ചീന മൂട്ടയോട് മേടിച്ച് എറിയണോ പ്രസംഗിക്കും, പോടാ നിന്റെ ഇതൊക്കെ കൊണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ കാലത്തോളൊന്നും ഇവിടെ ഇനി സംഖ്യകളെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ കൂടുതലൊന്നും ഞാനിത് പറയേണ്ട കാര്യം, ഇപ്പൊ നമ്മളെ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കുന്ന നാളം കെട്ടവരോട് മാത്രമേ ഇത് പറഞ്ഞു വെക്കുന്നുള്ളൂ. പരാജയം ഞങ്ങൾക്കല്ല, ഉണ്ടായത് രാജ്യത്തിനാണ്, ജനാധിപത്യത്തിനാണ്. കോൺഗ്രസ് ആ ജനാധിപത്യവും ആ ഇതും ഫെഡറൽ സംവിധാനം നിലനിർത്താൻ വേണ്ടി അവസാനത്തെ ആവനാഴിയില് പ്രയോഗം എടുത്ത് ഞങ്ങൾ പയറ്റിയിട്ടുണ്ട്. ഒരു തർക്കവും വേണ്ട. മറ്റുള്ളവരെ പോലെ മൈതാനം നോക്കി പ്രസംഗിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ അവിടെ പ്രസംഗിക്കുമ്പോൾ അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്ത് ജനങ്ങളെ കൂട്ടി സജ്ജങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് ഇവിടെ ലോകത്തിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഏതും കള്ളവോട്ടുകളെ കൂടി വിജയിച്ച് വന്നപ്പോ ആ പാപവാരം മുഴുവൻ ഇപ്പുറത്തേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി ഏതെങ്കിലും മടയന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു.